നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ തിരിച്ചുവരുമെന്നും മണലൂരിൽ നഷ്ടപ്പെട്ട പ്രഭാവം വീണ്ടെടുത്ത് മികച്ച വിജയം UDFന് ഉണ്ടാകുമെന്നും AICC സെക്രട്ടറി TN പ്രതാപൻ UDF മണലൂർ നിയോജകമണ്ഡലം നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട സർക്കാരായി പിണറായി സർക്കാർ മാറി. മുഴുവൻ മതവിശ്വാസികളെയും ദുഃഖിപ്പിക്കുന്ന സംഭവമായി ശബരിമല സ്വർണ്ണക്കൊള്ള മാറിയെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. കേരളത്തെ ഇതേപോലെ മതാന്തതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന, കേരളത്തിൽ അറിഞ്ഞും അറിയാതെയും അതിർവരമ്പുകൾ തീർക്കുന്ന, മനുഷ്യനെ മതില് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന CPM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഏറ്റവും ക്രൂരമായ വിഭജന രാഷ്ട്രീയത്തെ കേരളത്തിലെ മതത്തിനും സമുദായത്തിനും അതീതമായി നിൽക്കുന്ന ആളുകളെല്ലാവരും ഒറ്റക്കെട്ടായി നേരിടുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലെ ഏറ്റവും വലിയ ഗുണഫലം UDFന് തന്നെയാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും. ഫെബ്രുവരി 18-ന് VD സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് പാവർട്ടിയിൽ വൻ സ്വീകരണം നൽകുവാൻ നേതൃയോഗം തീരുമാനിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ KK ബാബു അധ്യക്ഷനായി. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ MLA PA മാധവൻ, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, KPCC സെക്രട്ടറിമാരായ CC ശ്രീകുമാർ, സുനിൽ അന്തിക്കാട്, KPCC അംഗം CI സെബാസ്റ്റ്യൻ, UDF നേതാക്കളായ PRN നമ്പീശൻ, മുഹമ്മദ് ഗസാലി, NJ ലിയോ, PK രാജൻ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, VG അശോകൻ, CM നൌഷാദ്, സിജു പാവർട്ടി, CJ സ്റ്റാൻലി, KS ദീപൻ, അഫ്തർ അലി തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻസി ഫ്രാൻസിസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആന്റോ ലിജോ, ഗ്രേസി ജേക്കബ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഡ്യൂട്ടി സമയത്ത് ആശുപത്രിയിൽ ഇല്ലാതിരിക്കുകയും മൃതദേഹത്തോട് അനാദരവ് കാണിക്കുകയും ചെയ്ത ഡോക്ടറുടെ നടപടിയിൽ BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചു. പാർലമെന്ററി പാർട്ടി ലീഡർ AS ശ്രീജിത്ത്, ഗീത ശശി, രേഷ്മ സുനിൽ, ഷജീഷ് കിലപ്പൻ, അനൂപ് ചിരംകുളം, MA അധിൻ, രജിത സജീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകുകയും ചെയ്തു. കാത്തിരുന്ന വീട്ടുകാരെ മുഴുവൻ വിട്ടികളാക്കിക്കൊണ്ട് പ്രിയ എന്ന് പറയുന്ന ഡോക്ടറെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്കൊണ്ട് കുന്നംകുളം ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടി സമയത്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ഈ വിഷയത്തില് പ്രതിഷേധിക്കേണ്ടതാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ കുന്നംകുളം നഗരസഭയിലെ കൗൺസിലർമാരുടെ പ്രതിഷേധമാണ് ഇവിടെ കണ്ടത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി മറുപടി കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ പഠന കുട്ടികളെ വന്നപ്പോൾ സൂപ്രണ്ടിനും ഇതേ ഒരു വിഷയമാണ്. മണിക്കൂർ കണക്കിനാണ് ഞങ്ങൾ കയറ്റിയതുള്ളത് ഒരു ബോഡി വെച്ചിട്ട്. അറിയാലോ, അതൊരു മുസ്ലിം ഒരു ഡോക്ടറുമായി കണ്ടപ്പോൾ ഡോക്ടർ സംസാരിച്ചിരുന്നു. കൗൺസിലറോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചെയ്യാം എന്നാണ് കൗൺസിലർ പറയുന്നത്. ആ നിലയ്ക്ക് ഡോക്ടർ പോകുമ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ മുകളിൽ നടപടി സ്വീകരിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥയാണ്. ഒരു സംശയമില്ല, അത് ഡോക്ടർ ഭാഗത്ത് വീഴ്ചയില്ല. ഡോക്ടറുടെ ഡ്യൂട്ടി സമയം എങ്ങനെയായിരുന്നു? അതായത് ഡ്യൂട്ടി 8 to 4 തന്നെയാണ്. 8 to 4 അപ്പോഴൊരു 3:40 പോയിട്ടുണ്ട്. അവർ പോയിട്ടില്ല, തെറ്റ് തന്നെയാണ്. ഡ്യൂട്ടി സമയത്തിന് മുമ്പായിട്ട് ശരിക്കും ആശുപത്രി വിട്ടു. പെരുന്നാൾ ആഘോഷത്തിനിടെ ബാൻഡ് കലാകാരൻ കുഴഞ്ഞു വീണു മരിച്ചു. പാറന്നൂർ സ്വദേശി വെള്ളറ വീട്ടിൽ ജോണിയാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിനിടെ വെള്ളിയാഴ്ച രാത്രി 11:40 വേലൂർ നടുവിലങ്ങാടി സെന്ററിന് സമീപം വെച്ചാണ് ജോണി കുഴഞ്ഞു വീണു മരിച്ചത്. ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് കേച്ചേരി എക്സ് ബ്രാഞ്ചിന്റെ ആംബുലൻസിൽ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് പാറന്നൂർ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ആനി ഭാര്യയും ജിൻഡോ, ജിനി എന്നിവർ മക്കളുമാണ്.
സാൻതോം ചർച്ച് ചൂണ്ടൽ ഉണ്ണീശോ തീർത്ഥ കേന്ദ്രത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ഉണ്ണീശോയുടെയും പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ തോമാശ്ലീഹായുടെയും സംയുക്ത തിരുനാൾ ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവ നടന്നു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് ആരാധന, ജപമാല എന്നിവയും 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവയും നടക്കും. തിരുനാൾ ആഘോഷിക്കുന്ന ജനുവരി 31 ശനിയാഴ്ച രാവിലെ 5:45-ന് ആരാധനയും ജപമാലയും, തുടർന്ന് 6:15-ന് ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുകളുടെ വെഞ്ചിരിപ്പും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പുമുണ്ടാകും. മെൽബൺ രൂപതാ ബിഷപ്പ് എമിരിറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഇടവകാംഗം ഫാദർ ജെറിൻ ചൂണ്ടൽ സഹകാർമ്മികനാകും. രാത്രി 10 മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. ഫെബ്രുവരി 1 ഞായറാഴ്ച രാവിലെ 6:15-ന് ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. പാവർട്ടി സെന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനാകും. മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ജോഷി ചൂണ്ടൽ സഹകാർമ്മികനാകും. ഉച്ചതിരിഞ്ഞ് 4:30-ന് ഇടവകാംഗങ്ങളായ വൈദികർ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയും തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നടക്കും. വൈകിട്ട് വിസ്മയ കാഴ്ചയൊരുക്കി വർണ്ണമഴ അരങ്ങേറും. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ CJ ഫ്രാൻസിസ്, MO ഫിലിപ്പ്, തോംസൺ ജേക്കബ്, ജനറൽ കൺവീനർ ജോയ് അറക്കൽ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കൺവെൻഷന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ നഗറിലാണ് കൺവെൻഷൻ നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് കുന്നംകുളം ഭദ്രാസന മെത്രോപൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദിവസവും വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരത്തോടെയാണ് കൺവെൻഷൻ ആരംഭിക്കുക. ഞായറാഴ്ച രാവിലെ 10:30-ന് സൺഡേ സ്കൂൾ ബാലജന സംഗമവും കൺവെൻഷന്റെ ഭാഗമായി നടക്കും. ഫാദർ സക്കറിയ തോമസ്, ഫാദർ നോബിൾസ് കറിയ, ഫാദർ എബി ഫിലിപ്പ് എന്നിവരാണ് കൺവെൻഷനിൽ വചന സന്ദേശം നൽകുന്നത്. കൺവെൻഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ VM സാമുവേൽ, ഫാദർ ഗീവർഗീസ് K വിൽസൺ, എഡ്വി സക്കറിയ, ഡോക്ടർ KC ലോഫിസൺ, CK ബാബു എന്നിവർ നേതൃത്വം നൽകി. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ യൗസേപ്പിതാവിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. ജനുവരി 16-ന് നടന്ന കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് ദേവാലയത്തിൽ ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ശനിയാഴ്ച രാവിലെ 6:15-ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്കു ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷയും അമ്പ്, വള എന്നിവയുടെ വെഞ്ചരിപ്പുമുണ്ടായി. കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് വാദ്യമേളവും ആകാശവിസ്മയവും അരങ്ങേറും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6-ന് ദിവ്യബലിയും 10-ന് ആഘോഷമായ പാട്ടുകുർബാനയും നടക്കും. ആമ്പല്ലൂർ സ്പിരിച്വൽ ആനിമേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ബിജു ആലപ്പാട്ട് മുഖ്യ കാർമ്മികനാകും. തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലെ ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5-ന് ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് കാർമ്മികനായി ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവയുമുണ്ടാകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജീസൺ ചാലക്കൽ, സിംസൺ കൂത്തൂർ, CV പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ റാഫേൽ തട്ടിൽ എന്നിവർ തിരുനാളാഘോഷത്തിന് നേതൃത്വം നൽകും. കഴിഞ്ഞ ദിവസം ബ്ലാങ്ങാട് ബീച്ചിൽ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തയാളെ തിരിച്ചറിഞ്ഞു. കോഴിക്കോട് പയ്യോളി സ്വദേശി മനോജ് കുമാറാണ് മരിച്ചത്. ഇയാളുടെ ബന്ധുക്കൾ തൃശൂരിലേക്ക് പുറപ്പെട്ടതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചു. ഫാഷൻ ഷോയിൽ ചുവടുവെച്ച് ഭിന്നശേഷി കലാകാരന്മാരുടെ കൂട്ടായ്മ ടീം പൂമ്പാറ്റ ദേശീയവേദി കീഴടക്കി. ഇന്ത്യൻ ആർമി നേതൃത്വം നൽകിയ നാരീശക്തി ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന്റെ ഭാഗമായി കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച നാഷണൽ ഫാഷൻ ഷോയിലാണ് ഭിന്നശേഷി കലാകാരന്മാർ റാമ്പിൽ ചുവടുവെച്ചത്. തൃശൂർ കേന്ദ്രമായി കേരളത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ആദ്യ കലാകൂട്ടായ്മയായ ടീം പൂമ്പാറ്റയിലെ 12 കലാകാരന്മാരാണ് ദേശീയവേദിയിൽ കേരളത്തിന്റെ അഭിമാനം ഉയർത്തിയത്.
കുട്ടികളോടൊപ്പം 30 കുടുംബാംഗങ്ങളും അപൂർവ യാത്രയുടെ ഭാഗമായി. ഭിന്നശേഷിക്കാർക്കായി സംഘടിപ്പിച്ച സൗന്ദര്യ മത്സരത്തിൽ അഫ്രിൻ ഫാത്തിമ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ശാരീരിക പരിമിതികളെ ആത്മവിശ്വാസത്തിന്റെ ചിറകുകളാക്കി മാറ്റിയ പൂമ്പാറ്റ കുട്ടികൾ ദേശീയവേദിയിൽ ഇന്ത്യയുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു. വെസ്റ്റ് ബംഗാളിലെ ലോകഭവനിൽ പൂമ്പാറ്റ കുട്ടികൾക്കൊരുക്കിയ വിരുന്ന് കലയും കരുണയും കൈകോർക്കുന്ന ഹൃദയസ്പർശിയായ അനുഭവമായി. ടീം പൂമ്പാറ്റ ഫൗണ്ടർ ഡോക്ടർ പെപ്പിൻ ജോർജ്, കോർഡിനേറ്റർ അർപ്പണ നാരായണൻ, രഹന അൻസാർ, സജീവൻ ചാഴൂർ, ശ്രീജ പിള്ള, സുനിത വിജയകുമാർ, നന്ദകുമാർ, ഉഷ എന്നിവർ നേതൃത്വം നൽകി. ദേശീയ വിജയത്തിനു ശേഷം തൃശൂരിലെത്തിയ ടീമിന് പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും MLAയുമായ E.T. ടൈസൺ കുട്ടികളെ നേരിട്ടെത്തി സ്വീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പുള്ളി, ജില്ലാ സെക്രട്ടറി A. സജീവ്, VK സുലൈമാൻ, പ്രകാശ് കരാട്ടുപറമ്പിൽ, നസീർ വടുക്കര, ലാൽ കച്ചില്ലം, രാജൻ പാട്ടാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്താഘോഷം ആരംഭിച്ചു. പുലർച്ചെ 4 മണിക്ക് പള്ളി ഉണർത്തൽ, 5-ന് മഹാഗണപതി ഹോമം, 6 മണി മുതൽ വിശേഷാൽ പൂജകൾ, തുടർന്ന് കൈലാസന്മാരുടെ നേതൃത്വത്തിൽ അഷ്ടപതി എന്നിവ നടന്നു. രാവിലെ 9 മണിക്ക് ക്ഷേത്രനടയിൽ നെൽപ്പറ, അരി, അവിൽ, പൂവ്, കുങ്കുമം, മഞ്ഞൾ, ശർക്കര, മലർ, എള്ള്, നാണയപ്പറ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് പഞ്ചവാദ്യത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പും വൈകിട്ട് 5 മണിയോടെ മേളത്തോടെയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. ശങ്കരൻകാവ് മകരപ്പത്താഘോഷത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി വിഭാഗത്തിന്റെ ആനച്ചമയ പ്രദർശനവും ബാൻഡ് വാദ്യവും നടത്തി. പ്രസിഡന്റ് NV സുരേഷ്, സെക്രട്ടറി MK രാജേഷ്, രക്ഷാധികാരി KL സുനീഷ്, ട്രഷറർ AK ജയൻ, സ്വാമിനാഥൻ, ഹരിദാസൻ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. തുടർന്ന് CRP പാലക്കാടിന്റെ ബാൻഡ് വാദ്യം നടന്നു. ഊട്ടോളി മഹാദേവൻ, മാധവൻകുട്ടി, പട്ടാമ്പി മണികണ്ഠൻ എന്നീ ഗജവീരന്മാർ ഇന്ന് നടക്കുന്ന എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. തിമിലയിൽ ചോറ്റാനിക്കര നന്ദപ്പൻ മാരാർ, മദ്ദളത്തിൽ കോട്ടയ്ക്കൽ രവി, ഇടയ്ക്കയിൽ തിരുവില്ലുവാമല ഹരി, കൊമ്പിൽ പേരാമംഗലം വിജയൻ, താളത്തിൽ മീറ്റന രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും നടക്കും. മലർവാടി ബാലസംഘം മഴവില്ല് സംസ്ഥാനതല ചിത്രരചനാ മത്സരത്തിന് പെരുമ്പിലാവ് അൻസാർ കോളേജ് ക്യാമ്പസിൽ തുടക്കമായി. മലർവാടി കുന്നംകുളം ഏരിയയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി കടവലൂർ പഞ്ചായത്ത് അംഗം സ്മിത മുരളി ഉദ്ഘാടനം ചെയ്തു. ഏരിയ രക്ഷാധികാരി P. മുനീർ അധ്യക്ഷത വഹിച്ചു. അൻസാർ ഹെവൻസ് പ്രിൻസിപ്പൽ സുമയ്യ അബ്ദുൾ റഷീദ്, മലർവാടി ഏരിയ കോർഡിനേറ്റർ താജുദ്ദീൻ മൗലവി, പ്രോഗ്രാം കൺവീനർ AK അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു. മത്സര വിധികർത്താക്കളായ സലീൽ, സൈമൺ, ഷിജിത എന്നിവർ പങ്കെടുത്തു. അങ്കണവാടി മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 4 കാറ്റഗറികളിലായി ക്രയോൺ, ജലച്ഛായം എന്നിവയിലാണ് മത്സരം നടക്കുന്നത്. ഏരിയ ജില്ലാതല സമ്മാനങ്ങൾക്ക് പുറമെ സംസ്ഥാന തലത്തിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ വിജയികളാവുന്നവർക്ക് യഥാക്രമം 10,000, 5,000, 3,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡും സമ്മാനവും ലഭിക്കും. മലർവാടി ബാലസംഘം കുന്നംകുളം ഏരിയ രക്ഷാധികാരി P. മുനീർ സമ്മാനദാനം നിർവഹിക്കും. പഞ്ചായത്ത് അംഗം സ്മിത മുരളിക്കുള്ള മലർവാടിയുടെ സ്നേഹോപഹാരം മലർവാടി ഏരിയ രക്ഷാധികാരി P. മുനീർ കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,540 രൂപ, സ്വർണം പവന് 1,16,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 337 രൂപ. ചരമം ചിറളയം കരുമാംകുഴി വീട്ടിൽ ജോസഫ്
ഉപദേശി മകൾ കുഞ്ഞമ്മ നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. പരേത അവിവാഹിതയാണ്. കുന്നത്തൂങ്കര പറവട്ടാനി കുറ്റിക്കാട് പരേതനായ സഖറിയ ഭാര്യ ആനി ജോസ് നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4-ന് പടിഞ്ഞാറേക്കോട്ട സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. പരേതനായ പീറ്റർ, ജോസഫ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.